ഇന്ത്യ UK ഫ്രീ ട്രേഡ്. അതിൻ്റെ പിന്നിൽ ഞങ്ങൾ ഒരു 3 years വർക്ക് ചെയ്തതാണ്. യൂസഫ് അലി മുതൽ താഴെ ഇരിക്കുന്ന ഒരു ടൈലർ, അതായത് ബ്ലൗസ് തയ്ക്കുന്ന ചേച്ചിക്ക് വരെ ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറിങ് ആണ് ഇപ്പം വന്നേക്കുന്നത്. ബ്രിട്ടൻ ഈസ് ദ ഗേറ്റ് വേ ടു യൂറോപ്പ്. ബ്രെക്സിറ്റിന് മുമ്പുള്ള ആ എക്കണോമിയിലേക്ക് UK വരാൻ പോവാണ്. ഓൾറെഡി ബ്രിട്ടീഷ് ഗവൺമെൻറ് യൂറോപ്യൻ യൂണിയനകത്തോട്ട് ഈ ബിസിനസ് ട്രാൻസാക്ഷൻസ് ബാക്ക് ടു ബ്രെക്സിറ്റ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരുന്ന ഒരു ടോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് NRIസിനെ ഏറ്റവും കൂടുതൽ ഫില്ല് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അവർക്കാണ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ കഴിയും. അവിടെ എന്ത് പ്രോഡക്റ്റ് പോകാൻ പറ്റും, ഇവിടെ എങ്ങനെ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ്, പ്രത്യേകിച്ച് സ്റ്റുഡൻസിനൊക്കെ. Some people see borders. Saint Sebastian creates bridges. UK-ലെ തന്നെ one of the top collaborations architect who is connecting people, ideas and opportunities between UK and India. Welcome to another episode of Bold Profiles. എൻ്റെ പേര് സെയ്ജ് സെബാസ്റ്റ്യൻ. 4-5 ബിസിനസ്സുകാർ ഒന്നിച്ചാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. ഒരു കമ്പനി PMC മാഞ്ചസ്റ്റർ എന്ന് പറയുന്ന ഒരു മാനേജ്മെൻറ്റ് ആൻഡ് കൺസൾട്ടൻസിയാണ്, മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിയാണ്. പിന്നെ ബിസിനസ് ഡെവലപ്മെൻറ്റ് ആൻഡ് നെറ്റ്വർക്കിംഗ് മാത്രം നടത്തുന്ന കമ്പനിയുണ്ട്. പിന്നെ ഈ സെയിൽസ് ചെയ്യുന്നവരുണ്ട്, ലീഗലായിട്ടുള്ളവരുണ്ട്. ഇങ്ങനത്തെ കീ ഏരിയ എന്ന് പറയുന്നത് കൺസൾട്ടൻസിയാണ്. അത് ബിസിനസ് കൺസൾട്ടൻസി, എസ്പെഷ്യലി ഇന്ത്യ UK ഫ്രീ ട്രേഡ്. ഈ ഒരു ട്രേഡിനകത്ത് നമ്മൾ ഒത്തിരി അതിൻ്റെ പിന്നിൽ ഞങ്ങൾ ഒരു 3 years വർക്ക് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു ഏരിയ ചെയ്യുന്നുണ്ട്. പിന്നത്തെ ഒരു ഏരിയ കൂടുതലും ഇന്നവേറ്റീവ് പ്രോജക്ട്സുകളാണ്. അതൊരു ട്രെൻഡിയാണ് ഇന്നവേറ്റീവ് പ്രോജക്ട്സ് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു ഇന്നവേറ്റീവ് ട്രെൻഡാണ്. അതിനു മുമ്പ് സർക്കുലർ എക്കണോമി ഒരു ട്രെൻഡായിരുന്നു. അതിനു മുമ്പ് സോഷ്യൽ മീഡിയ ഒരു ട്രെൻഡായിരുന്നു. അതിനു മുമ്പ് കൊമേഴ്സ് ട്രെൻഡായിരുന്നു. അങ്ങനെ ഓരോ സമയത്ത് ഓരോ ട്രെൻഡി ഇത് വരും. അപ്പോൾ ഈ ട്രെൻഡിക്കകത്തുള്ളതിനകത്തെല്ലാം നമ്മൾ ഇൻവോൾവ് ചെയ്യാറുണ്ട് എപ്പോഴും. അതിനകത്ത് ഇന്നോവേഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പം ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് UK ഇന്ത്യ ഫ്രീ ട്രേഡ്. ആ ഒരു ഏരിയയിൽ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും ബോത്ത് പ്രോഡക്റ്റ് ആൻഡ് സർവീസ് ഇൻക്ലൂഡിങ് ഇന്നോവേഷൻസ്. ഇവിടെ നിന്നുള്ള പ്രോഡക്ട്സുകൾ മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് അല്ലെ മെയ്ഡ് ഇൻ UK പ്രോഡക്ട്സുകൾക്ക് ഇന്ത്യയിൽ ഡ്യൂട്ടി ഐദർ എക്സംഷൻ ഓർ ലെസ് ഡ്യൂട്ടി. അപ്പം ഇവിടെ നിന്നുള്ള പ്രോഡക്ട്സുകളിൽ ഇപ്പം ചോക്ലേറ്റ് ഉണ്ട്, ഇവിടെയുള്ള സീരിയൽസ് ഉണ്ട്, ബിവറേജ്, ജ്യൂസ്, ബിയർ, ലോട്ട്സ് ഓഫ് തിങ്സസ് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് കാർ. അപ്പോൾ അങ്ങനെ കുറേ പ്രോഡക്റ്റുകൾ ഇവിടെ നിന്നുള്ളതുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ സ്പൈസസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പൈസസ്, എക്സ്ട്രാക്റ്റ്, റബ്ബർ മാറ്റ്, മിഷനറീസ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്നുണ്ട്. ഇതാണ് ചെയ്യുന്നത്. പിന്നെ സർവീസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന IT റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമുക്കൊരു വി ആർ എ വെരി ഗുഡ് സ്ട്രെങ്ത് ഓഫ് പീപ്പിൾ ഉണ്ട്. ഈ ഇന്ത്യൻ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ പീപ്പിൾ ഒരു വെരി ഗുഡാണ് ഈ IT സെക്ടറിൽ. എസ്പെഷ്യലി ഇപ്പം ഈ പുതിയ AI ടെക്നോളജി വന്നപ്പം ഇന്നവേറ്റീവായിട്ടുള്ള പ്രോജക്ട്സുകൾ ഒത്തിരി ബിൽഡ് ചെയ്യാനായിട്ട് സൗത്ത് ഇന്ത്യൻ, എസ്പെഷ്യലി കേരള, തമിഴ്നാട്ടിലുള്ള IT പീപ്പിൾസിന് ഒത്തിരി അത് ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. ഞാനിവിടെ വന്ന് പല ബിസിനസ്സിൽ ജമ്പ് ചെയ്ത് പല ബിസിനസ്സിൽ ഫെയിലിയർ ആയ ആളാണ്. അപ്പോൾ എനിക്കറിയാം എവിടെല്ലാം ഫെയിലിയേഴ്സ് ഉണ്ടാവും. നമ്മളിപ്പം ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നത്, ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇവിടെ വരുമ്പോൾ ഇവിടെ ആദ്യം ഞാൻ അവരോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഏതെങ്കിലും രാജ്യത്തോട്ട് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത് എക്സ്പോർട്ടബിൾ ആണോ. ഈ 3 ക്വസ്റ്റ്യൻ അവർ തന്നെയാണ് ആൻസർ തരേണ്ടത്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബിസിനസ് വന്നെങ്കിൽ അവർ തന്നെയാണ് അതിൻ്റെ ആൻസർ തരേണ്ടത്. ഇത് 3 നോ ആണെങ്കിൽ നോ. ഇഫ് യെസ് ആണെങ്കിൽ, ഇതിനു മുമ്പ് ചെയ്തവരാണെങ്കിൽ അവർക്കറിയാം എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം സിസ്റ്റം ഉണ്ടെന്നുള്ളത്. ആദ്യമായിട്ട് തുടങ്ങുന്നതാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ആദ്യം ആ പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പ്രോഡക്റ്റ് ആട്ടെ സർവീസ് ആട്ടെ, അത് ഈ മാർക്കറ്റിൽ ഒരു ക്ലയൻറ്റിനെ കണ്ടുപിടിച്ച് അവരുടെ അടുത്തൊന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അവരുടെ ഫീഡ്ബാക്ക് വെച്ചിട്ട് എന്തെല്ലാം എഡിഷൻസ് വരുത്തണോ അത് എഡിറ്റ് ചെയ്തിട്ട് വേണം ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാനായിട്ട്. ഇതാണ് ഫസ്റ്റ് ഫേസ്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്ന കേസ് സ്റ്റഡിയാണ്. ഇത് വേണോ വേണ്ടേ, പോസിബിൾ ആണോ, ഫീസിബിൾ ആണോ. രണ്ടാമതൊരു ടെസ്റ്റ്, മാർക്കറ്റിൽ ഏതെങ്കിലും ഒരു ക്ലയൻറ്റിനെ കണ്ട് ടെസ്റ്റ് ചെയ്യും. ഇപ്പോൾ എനിക്ക് യെസ്റ്റർഡേ ഒരു ലേഡിയുടെ ഒരു സ്ട്രക്ചറൽ ഡിസൈൻ്റെ ഒരു എൻക്വയറി വന്നു. അപ്പോൾ ആദ്യം ഞാൻ ചെയ്ത് കേസ് സ്റ്റഡിയാണ് ചെയ്തത്.
യെസ്, അത് പോസിബിളാണ്. അടുത്ത് തന്നെയെന്ന് വെച്ചാൽ ഒരു ക്ലയൻറ്റിനെ ഫൈൻഡ് ചെയ്തു. എൻ്റെ ഒരു ഫ്രണ്ട്, എനിക്ക് കുറേ ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു കൊളാബറേറ്റീവ് ബിസിനസ്സുകളാണ്. അപ്പോൾ അതിനകത്ത് ഒരാൾ ഓൾ ഓവർ UK സ്മോൾ ബിസിനസ്സുകളുടെ നെറ്റ്വർക്ക് കണ്ടക്ട് ചെയ്യുന്നയാളാണ്. അപ്പോൾ പുള്ളിയോട് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി ഒരാളെ അന്നേരം കണക്ട് ചെയ്തു. ഇവരുടെ സ്ഥാപനത്തിൽ നമ്മളിത് ടെസ്റ്റ് ചെയ്യുവാണ്, വെദർ ദേ ഫീസിബിൾ. അത് 2 പേർക്കും അത് ഗുണം ചെയ്യും. എന്നിട്ടേ നമ്മൾ മാർക്കറ്റിലേക്ക് പോകത്തുള്ളൂ. ഞങ്ങൾ പോകുന്നത് ഞങ്ങളവരെ അതിന് വേണ്ട ആൾക്കാരെ കണക്ട് ചെയ്യുകയാണ്. അവർ തന്നെ വേണം സെല്ല് ചെയ്യാനായിട്ട്. സെയിൽസിനകത്തോട്ട് നമ്മൾ വേണ്ട ഹെൽപ്പ് ചെയ്യും, പക്ഷേ ദി പ്രോഡക്റ്റ് ഓണേഴ്സാണ് സെല്ല് ചെയ്യേണ്ടത്. ആൻഡ് അവരിപ്പം ഇവിടോട്ട് വരുന്നവരോടെല്ലാം ഞങ്ങൾ പറയും, ഇവിടെ കമ്പനി തുടങ്ങി, നിങ്ങൾ കമ്പനി തുടങ്ങി, നിങ്ങളുടെ കമ്പനിയായിട്ട് നിങ്ങൾ റൺ ചെയ്യണം. ഞങ്ങളൊരു ബോർഡ് അഡ്വൈസറി പോലെ നിൽക്കത്തുള്ളൂ. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ചില വേർഡുകളുണ്ട്, ഹാർഡാണെങ്കിൽ ക്ഷമിക്കുക. ഒരു ബിസിനസ്സുകാരൻ്റെ വായിൽ നിന്ന് ഒരിക്കലും വിസ എന്നൊരു വാക്ക് വീഴരുത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ലേൺ ചെയ്താൽ കേട്ടോ. ലോകത്ത് ഒരിടത്തും ഒരു രാജ്യത്തും, ഈ അമേരിക്കയാകട്ടെ ഇംഗ്ലണ്ടാകട്ടെ ഏതെല്ലാം രാജ്യത്തും ബിസിനസ്സുകാർക്ക് വിസയ്ക്ക് ഒരു തടസ്സവും. എല്ലാ രാജ്യവും വെൽക്കം ചെയ്യുകയാണ്. അപ്പം അതൊരു തടസ്സമേ അല്ല. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആ പേഴ്സൺ അതിന് എലിജിബിൾ ആണോ അല്ലയോ? ഫസ്റ്റ് തിങ് അതാണ്. അതില്ല എന്നുള്ള ഒരു, അതായത് ഓരോ രാജ്യത്തിനും ഓരോ നിയമമുണ്ട്, ഓരോ ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയയിൽ നമ്മൾ പെടുവോ? അപ്പോൾ അതിനകത്ത് ഷോർട്ട് കട്ട് എടുക്കാൻ പോകരുത്. എൻ്റെ ഇപ്പോൾ ഷോർട്ട് കട്ട് എടുക്കാൻ വന്നവരുണ്ട്, അവരെയൊക്കെ അവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് കട്ട് എടുക്കാനായിട്ട് നമ്മൾ പോകരുത്. സ്ട്രെയിറ്റ് എന്താണ് ഗവൺമെൻറ് പറയുന്നത് അത് ഫോളോ ചെയ്യുക. അപ്പോൾ എഗെയിൻ ബാക്ക് ടു സ്ക്വയർ വൺ, ഒരു ബിസിനസ്സുകാരൻ ഒരിക്കലും വിസ എന്ന് പറയില്ല. കാശുള്ളവനെ തേടി വിസ വീട്ടിൽ വരും, കാശില്ലാത്തവൻ വിസയ്ക്ക് വേണ്ടിയിട്ട് കാശ് കളയും. ഏതൊരു ബിസിനസ്സുകാരൻ എടുത്താലും, അതിപ്പോൾ ഒരു ഈ കേരളത്തിൽ നിന്ന് എടുത്താൽ യൂസഫ് അലി മുതൽ താഴെ ഇരിക്കുന്ന ഒരു ടൈലർ, അതായത് ബ്ലൗസ് തയ്ക്കുന്ന ചേച്ചിക്ക് വരെ ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറിങ് ആണ് ഇപ്പം വന്നേക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ അത് കൺഫേം ചെയ്യാൻ ഒക്കുകയില്ല, കാരണം പുറത്തേക്കൊന്നും വന്നിട്ടില്ല. UK ഗവൺമെൻറ് ഇപ്പം ഡ്യൂട്ടി മാത്രമേ പുറത്തേക്ക് വിട്ടിട്ടുള്ളൂ, അതായത് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ അറിവ് പ്രകാരവും പല പല ന്യൂസിൽ നിന്ന് വായിക്കുന്നതനുസരിച്ച് ഇപ്പം ഈ IT കമ്പനിക്കൊക്കെ കൊടുക്കുന്ന പോലെ എല്ലാ ബിസിനസ്സുകാർക്കും ആ ഒരു ഫീച്ചേഴ്സ് വരുവാണ്. ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഒരു റൈറ്റപ്പ് വായിച്ചത്, ഒരു ഇന്ത്യൻ ബിസിനസ് ഇവിടെ തുടങ്ങാതെ തന്നെ അവർക്ക് വിസ കിട്ടും, അവരുടെ എംപ്ലോയീസിനും അവർക്കും. അപ്പോൾ ഒരു കണ്ടീഷൻ അവർ ഉണ്ടേക്കുന്നത്, ഇവരാരും PR-ന് എലിജിബിൾ അല്ല, ഇവരെ റെസിഡൻ്റായിട്ട് കൂട്ടുകയില്ല, ഇവർ വന്ന് വർക്ക് ചെയ്യും. ടെമ്പററി എന്നാ പറയുക, സംതിങ് ലൈക്ക് എ ടെമ്പററി ബിസിനസ് വിസ, സംതിങ് ലൈക്ക് ദാറ്റ്. ബട്ട് അത് മതി, ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചോളം അത് മതി. അവർക്ക് ദേ ആർ കമ്മിങ് ഫോർ ഡൂയിങ് ബിസിനസ്. ഏറ്റവും ചെറിയ ഒരു ബ്ലൗസ് തയ്ക്കുന്ന ചേച്ചിക്ക് പോലും ആ 2 സ്റ്റാഫേ ഉള്ളെങ്കിൽ ഒരാളെ അവർക്ക് ഇംഗ്ലണ്ടിൽ വിട്ട് ഓർഡർ എടുത്ത് തയ്പ്പിക്കാനുള്ള അത്രയും പൊട്ടൻഷ്യലാണ് ഒരു ഇന്ത്യൻ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ. തിരിച്ച് UK പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാ പ്രോഡക്റ്റിനും അവർക്ക് എക്സ്പോർട്ട് ചെയ്യാം, ഡ്യൂട്ടി ഇല്ല. ഞാൻ റീസെൻ്റ്ലി ഒരു ഫ്യൂ ഇയേഴ്സ് മുമ്പ് ഈ ഒരു എക്കിൾസ് കേക്ക് ഇല്ലേ, ലങ്കാസ്റ്റർ എക്കിൾസ് കേക്ക്, അവരോട് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞു. അവർ ഇതെടുത്തില്ല. അവർക്കൊരു വീക്കിലി ആണ്ട് 1 മില്യൺ കേക്ക് ഉണ്ടാക്കുന്നവരാണ്. UK-യിലുള്ള എല്ലാ ഹൈ സ്ട്രീറ്റിലും അവർ സപ്ലൈ ചെയ്യുന്നവരാണ്. അവർ ഇന്ത്യൻ ഇത് എടുത്തില്ല. കാരണം അവർ പറയുന്നത്, ഇന്ത്യയിലേക്ക് വേണമെങ്കിൽ ഇവരുടെ ഇപ്പോൾ ഉള്ള പ്രൊഡക്ഷൻ്റെ 3 ടൈംസ് കൂടെ കൂട്ടണം. അപ്പോൾ ഈ 3 ടൈംസ് കൂട്ടി അവരുടെ ക്വാളിറ്റി അഫക്റ്റ് ചെയ്യും. അല്ലെ അവർക്ക് ആ 24 hours റൺ ചെയ്യേണ്ടി വരും ഇവരുടെ ഇത്. അതുകൊണ്ട് അവരെടുത്തില്ല. അപ്പം അതിനകത്ത് നമ്മൾ കാണേണ്ട അവരെടുക്കാത്തതെന്നുള്ളതല്ല, 3 ടൈംസ് ഒരു ഫാക്ടറിക്ക് അവരുടെ ഇപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ 3 ഇരട്ടി മാനുഫാക്ചർ ചെയ്താലേ ഇന്ത്യൻ മാർക്കറ്റിൽ എന്തെങ്കിലും എത്താനൊക്കത്തുള്ളൂ. അത്രയും പോപ്പുലേഷനാണ്. നമ്മുടെ കയ്യിൽ എന്ത് പ്രോഡക്റ്റ് ഉണ്ട് അതിൻ്റെ മാർക്കറ്റാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലാതെ വേറൊരാളുടെ മാർക്കറ്റ് പ്രോഡക്റ്റ് അല്ല നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ കയ്യിൽ റബ്ബർ മാറ്റാണെങ്കിൽ റബ്ബർ മാറ്റിൻ്റെ മാർക്കറ്റ് എവിടെ ഉണ്ടെന്നും പറഞ്ഞാൽ പോകേണ്ടത്, വൺ വേ. ഇനി നമ്മുടെ കയ്യിൽ മാർക്കറ്റാണ് ഉണ്ടെങ്കിൽ ആ മാർക്കറ്റിന് വേണ്ട പ്രോഡക്റ്റാണ് തപ്പിപ്പോകേണ്ടത്. ഇത് വരുന്നതിന് മുമ്പ് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ഇൻ്റർനാഷണൽ ട്രേഡ് ഓരോ എക്സിബിഷൻസും ഇവൻറ്റ്സും കണ്ടക്ട് ചെയ്ത് ഓരോ പ്രോഡക്റ്റും വരുന്നത് എങ്ങനെയാണെന്നുണ്ട് അത് ഓരോ കമ്മോഡിറ്റി കോഡ് അനുസരിച്ച് ചെക്ക് ചെയ്താൽ അത് അറിയാൻ പറ്റും. അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അതായത്
ഡേറ്റാബേസിൽ അത് അവൈലബിൾ ആണ്. നമുക്ക് ഏതെങ്കിലും ഈ കസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരോടോ അല്ലെങ്കിൽ HMRCയിൽ നേരിട്ട് കോൺടാക്ട് ചെയ്താലും നമുക്കൊരു ഐഡിയ കിട്ടും. നമ്മൾ കാണാത്ത കുറേ പൊട്ടൻഷ്യൽ ഉണ്ട് ഇതിൻ്റെ ബിഹൈൻഡിൽ. നമ്മൾ UK പറ്റി മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ കാണുന്ന അങ്ങനല്ല. ബ്രിട്ടൻ ഈസ് ദ ഗേറ്റ് വേ ടു യൂറോപ്പ്. ബ്രെക്സിറ്റിന് മുമ്പുള്ള ആ എക്കണോമിയിലേക്ക് UK വരാൻ പോവാണ്. ഓൾറെഡി ബ്രിട്ടീഷ് ഗവൺമെൻറ് യൂറോപ്യൻ യൂണിയനകത്തോട്ട് ഈ ബിസിനസ് ട്രാൻസാക്ഷൻസ് ബാക്ക് ടു ബ്രെക്സിറ്റ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരുന്ന ഒരു ടോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടു ആൻ എക്സ്റ്റെൻഡ് വെരി സൂൺ അത് ആപ്ലിക്കബിൾ ആകും. NRIs, ഇവിടെ താമസിക്കുന്ന OCI NRIs ഉണ്ടല്ലോ, ഇവർക്കിതൊരു വലിയ പൊട്ടൻഷ്യലാണ്. ഇവരാണ് ഏക വ്യക്തികൾ 2 മാർക്കറ്റും അറിയാവുന്നവർ. വേറെ ആർക്കും ഇത് അറിയത്തില്ല. ഇന്ത്യയിലുള്ളവർക്കും അറിയത്തില്ല, ഇവിടെ ഉള്ളവർക്കും അറിയത്തില്ല. ആകപ്പാട് ഇവിടെ ഉള്ള NRI അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന ഇന്ത്യൻസ് ഉണ്ടല്ലോ, ഈവൻ സ്റ്റുഡൻസ്, ദേ ആർ ദ ബെസ്റ്റ് പീപ്പിൾ ടു ഫിൽ ഈ ഗ്യാപ്പ്. ഇത് NRIസിനാണ് ഏറ്റവും കൂടുതൽ ഫിൽ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. കാരണം അവർക്കാണ് ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ പറ്റും. അവിടെ എന്ത് പ്രോഡക്റ്റ് പോകാൻ പറ്റും, ഇവിടെ എങ്ങനെ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്, പ്രത്യേകിച്ച് സ്റ്റുഡൻസിനൊക്കെ.